ഹായ് എവറിബഡി, SLC-ക്കാർക്കുള്ള വീഡിയോ ആണ്. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന പോയം എക്സ്പ്ലനേഷനും. കഴിഞ്ഞ വർഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ഒരു പോയത്തിലെ 4 വരികൾ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാഠത്തേക്ക് കിടക്കാം. അകാൽ ഓർ ഉസ്കെ ബാദ്. നാഗാർജുനാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അക്കാൽ ഫെമൈന് കാലഘട്ടമാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. നാഗാർജുൻ ഹിന്ദിയിൽ തന്നെ മഹാനായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹം ഈ ഒരു പോയത്തിൽ ഒരു ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെയും കാണിക്കാതെ മറ്റുള്ള ജീവജന്തുക്കളെ കാണിച്ചിട്ടാണ് അകാലിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും അകാൽ എന്നത് മനുഷ്യന്മാരെ മാത്രമല്ല മറ്റുള്ള ജീവജന്തുക്കളെയും കൂടി ബാധിക്കും എന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈ ദിനോ തക് ചൂൽഹ റോയ ചക്കി രഹി ഉദാസ്. കൈ ദിനോ തക് कानी कुतिया सोई उनके पास. कई दिनों तक लगी भित्त पर छिपकलियों की गशत. कई दिनों तक चूहों की भी हालत रही शिकस्त. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫെമൈൻ്റെ അകാലായ സമയത്തെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. കൈ ദിനോ തക് ചൂൽഹ എന്ന് വെച്ചാൽ അടുപ്പാണ്. അത് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടുപ്പ് കരയുന്ന ആ ഒരു ചിത്രം കാണിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് അടുപ്പ് കരയുന്നത്. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് വെച്ചാൽ അരിയും ഗോതമ്പൊക്കെ പൊടിക്കുന്ന യന്ത്രമാണ് ചക്കി. അപ്പോൾ അതും വളരെയധികം സാഡായിരുന്നു. കാരണം അതിലും ഒന്നും പൊടിക്കാനോ അതിലും ഒന്നും അരയ്ക്കാനോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് വീട്ടിലുള്ളത്. കൈ ദിനോത്ത കാനി കുത്തിയ. കാനി കുത്തിയ എന്ന് വെച്ചാൽ ഒറ്റക്കണ്ണൻ നായയാണ് ഉദ്ദേശിക്കുന്നത്. കാനി എന്ന് വെച്ചാൽ ഒറ്റക്കണ്ണൻ എന്നാണ്. കാനി കുത്തിയ സോയി ഉൻകെ പാസ് എന്ന് വെച്ചാൽ ഈ അടുപ്പിൻ്റെ അടുത്താണ് ഈ കാനി കുത്തിയ കിടക്കുന്നത്. കാരണം ഈ അടുപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ നായ അതേപോലെ അതിൻ്റെ അടുത്ത് കിടക്കുകയാണ്. കൈ ദിനോത്തക് ലഗി ഭിത് പർ ചിപ്കലിയോ കി ഗശത്. അപ്പോൾ ഭക്ഷണമില്ലാത്ത അവസ്ഥയായിരിക്കുന്ന സമയത്ത് ഈ പല്ലികൾക്കും, ചിപ്കലിയ എന്ന് വെച്ചാൽ പല്ലികളാണ്, അവർക്കും ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഭിത്ത് പറഞ്ഞ ദീവാർ അല്ലെങ്കിൽ വോളാണ്. അപ്പോൾ ആ വോളിൻ്റെ മുകളിൽ ചെറിയ കീടങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ ഉള്ള പല്ലികൾ. അടുത്തത് കൈ ദിനോത്തക് ചൂഹോ കി ബി ഹാലത് രഹി ഷിക്കസ്ത്. അതായത് ചൂഹ എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിലെ ബാക്കി വരുന്ന ചില വേസ്റ്റുകൾ കഴിച്ച് ജീവിക്കുന്ന എലികളാണ്. അപ്പോൾ ആ എലികളുടെയും കാര്യം കഷ്ടമായിരുന്നു. കാരണം വീട്ടിൽ ഒന്നും പാകം ചെയ്തിട്ടില്ല, പാകം ചെയ്യാനായിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവർക്കും ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷനും വളരെ മോശമാണ് എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അത് കഴിഞ്ഞിട്ടാണ് അകാലിന് ശേഷമുള്ള കാലഘട്ടം വിവരിക്കുന്നത് കവി. ദാനെ ആയെ ഘർക്കെ അന്തർ കൈ ദിനോക്കെ ബാദ്. കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. ധുവ ഉഠ ആംഗൻ സേ ഊപ്പർ കൈ ദിനോക്കെ ബാദ് എന്ന് വെച്ചാൽ അടുപ്പ് കത്തിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് അടുപ്പ് കത്തുന്ന ആ പുക മുറ്റത്തിൽ നിന്ന് ഉയർന്നത് കുറേ കാലത്തിന് ശേഷമാണ്, കുറേ ദിവസത്തിന് ശേഷമാണ് എന്നാണ് ആ വരിയുടെ അർത്ഥം. ചമക് ഉഠി ഗർഭർ കി ആഖേ കൈ ദിനോക്കെ ബാദ് എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള എല്ലാ ജീവജന്തുക്കളുടെയും കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അതായത് ഭക്ഷണം കഴിച്ച് കണ്ണുകളിൽ ഒരു എനർജി ഉണ്ടായി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. കൗവേനെ ഖുജ്ലായി പാഖേ കൈ ദിനോക്കെ ബാദ് എന്ന് വെച്ചാൽ കൗവ എന്ന് വെച്ചാൽ കാക്ക. വീട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണം വന്നു, എല്ലാവരെയും കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടിട്ട് കാക്കയ്ക്കും ഒരു ആശ ഉണ്ടാവുകയാണ്, ഈ വീട്ടിൽ നിന്ന് ഇന്നെനിക്ക് കുറച്ചെങ്കിലും ഭക്ഷണം കിട്ടുമെന്നത്. അതുകൊണ്ട് കാക്കയും കൊമ്പിലിരുന്നിട്ട് അതിൻ്റെ ഫെദേഴ്സ് അല്ലെങ്കിൽ തൂവലുകൾ ചൊറിയുകയാണ് എന്നാണ്. ഖുജ്ലായി എന്ന് വെച്ചാൽ ചൊറിയുക, പാഖ്യയാണ് ഫെദേഴ്സ്. കൈ ദിനോക്കെ ബാദ് എന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കൗവയ്ക്കും ആ ഒരു ആശ തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം 2022 ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആദ്യത്തെ 4 ലൈൻസ് തന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇൻ പങ്ക്തിയോ മേ കിസ് ഹാലാത് കെ ചിത്രൻ കിയാ ഹെ എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 4 ലൈൻസിൽ എന്ത് രീതിയിലുള്ള സിറ്റുവേഷനാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഗരീബിയുടെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ചൂൽഹെ കാ റോന ചക്കി കാ ഉദാസ് ഹോന ഇസ്കാ മത്ലബ് ക്യാ ഹെ എന്ന് വെച്ചാൽ അടുപ്പ് കരയുന്നു, ചക്കി സാഡായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഡിപ്രഷനിലിരിക്കുന്ന പോലെയാണ് ഇത് എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത് അക്കാൽ കെ കാരൻ ഘർ മേ കോയി ദാന നഹി ഥാ. അക്കാലായതുകൊണ്ട് തന്നെ വീട്ടിൽ
ആഹാരം പാകം ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ്. और इसलिए कोई चक्की के पास नहीं आता, അതുകൊണ്ട് തന്നെ ആരും ചക്കിയുടെ അടുത്തേക്ക് വരുന്നില്ല. और खाना पकाने के लिए कुछ भी नहीं था, इसलिए चूल्हा भी नहीं जलाते थे. എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ല വീട്ടിൽ, അതുകൊണ്ട് തന്നെ അടുപ്പും കത്തിക്കുന്നുണ്ടായിരുന്നില്ല. इस कारण दोनों चूल्हा और चक्की निर्जीव अवस्था में दुखी थे. അതുകൊണ്ട് തന്നെ ചൂല എന്നത് അടുപ്പ്, ചക്കി രണ്ടും നിർജീവ അവസ്ഥയിൽ ദുഃഖിതരായിട്ട് ഇരിക്കുകയാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ खेती नहीं तो खाना नहीं, खेती ही जीवन का आधार है, खेती का महत्व का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ നിങ്ങൾ ഒരു കൃഷിയെക്കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആ പോസ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു പോസ്റ്ററിൽ കുറച്ച് മെസ്സേജസ് എഴുതുക, സ്ലോഗൻസ് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് ചിത്രം വരച്ച് ഈ മെസ്സേജസും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റർ തയ്യാറായി. വൃത്തിയായിട്ടുള്ള രീതിയിൽ ബോക്സ് വരച്ച് ഈ മെസ്സേജസ് എല്ലാം ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം നിങ്ങൾ പോസ്റ്റർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അടുത്തത് കവിതാക്ക ആശയമാണ്, അതായത് ആശയം, കവിതയുടെ ആശയമാണ് എഴുതേണ്ടത്. ഇതിപ്പോൾ അകാലിന് ശേഷമുള്ള രണ്ട് രീതിയിലുള്ള വരികളും കൊടുത്താൽ നിങ്ങൾക്ക് ഈ ആശയം എഴുതാവുന്നതേ ഉള്ളൂ. 4 ലൈൻസിൻ്റെ ആശയം മാത്രം പറയാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. प्रस्तुत पंक्तियाँ हिंदी के मशहूर कवि नागार्जुन के अकाल और उसके बाद नामक कविता में से ली गई हैं. അപ്പോൾ ഈ ലൈൻസ് അകാൽ और उसके बाद എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ്. नागार्जुन हिंदी के महान कवि और आधुनिक काल के कबीर कहलाते हैं. മോഡേൺ ടൈംസിലെ കബീർ എന്നാണ് നാഗാർജുനെ വിളിക്കുന്നത്. इस कविता में उन्होंने अकाल का चित्रण और गरीबी का भीषण अवस्था ചിത്രം കിയാ ഹെ. എന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിൽ അദ്ദേഹം അകാലിനെ കുറിച്ചിട്ടും ദാരിദ്ര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് പിക്ചറാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കവിതയിൽ അദ്ദേഹം അകാലിനെ കുറിച്ചിട്ട്, ഒരു ഫെമൈൻ ഡ്രൗട്ടിനെ കുറിച്ചിട്ട്, അതുമൂലമുണ്ടായ പട്ടിണിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പോവർട്ടിയുടെ, അതായത് ദാരിദ്ര്യത്തിൻ്റെ ഒരു ഭീഷണമായിട്ടുള്ള അവസ്ഥ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ पहले 4 पंक्तियों में अकाल के कारण घर में दाने की कमी हो गई है. 4 വരികളിൽ ഫസ്റ്റ് 4 ലൈൻസിൽ അകാൽ കാരണമായിട്ട് വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. और इससे कई दिनों तक घर में खाना नहीं पकाया गया और चूल्हा नहीं जलाया गया. അത് കാരണം കൊണ്ട് തന്നെ വീട്ടിൽ ഭക്ഷണമൊന്നും പാകം ചെയ്തിരുന്നില്ല, അടുപ്പ് കത്തിച്ചിരുന്നില്ല. दाने पिसने के लिए नहीं थे, इसलिए चक्की के पास भी कोई नहीं जाता था. അതായത് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ആരും ചക്കിയുടെ അടുത്തേക്ക്, അരി പൊടിക്കുന്ന യന്ത്രത്തിൻ്റെ അടുത്തേക്കൊന്നും ആരും പോയിരുന്നില്ല. इसलिए चक्की और चूल्हा दोनों निर्जीव अवस्था में थे. അതുകൊണ്ട് തന്നെ ശരിക്കും മരിച്ച പോലെ കടക്കുകയായിരുന്നു ചക്കിയും ചൂലയും. ഓക്കെ, घर की कानी कुतिया पिछले निराश होकर कुछ दिनों से चूल्हे और चक्की के पास ही सोई थी. വീട്ടിലെ ഒറ്റക്കണ്ണ നായ അടുപ്പിൻ്റെയും ചക്കിയുടെ അടുത്ത് തന്നെയാണ് കടന്നിരുന്നത്. भूख मिटाने के लिए दीवार पर छिपकलियाँ छोटे कीड़े तलाश कर रही थी. അതായത് പല്ലികൾ പോലും അതിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ചുമരിലുള്ള ചെറിയ കീടങ്ങളെ ആണ് തിരയുന്നുണ്ടായിരുന്നത് ആ സമയത്ത്. ചൂഹ കി ബി ഹാലത് ബഹുത് ഖരാബ് തി എന്ന് വെച്ചാൽ എലികളുടെയും അവസ്ഥ വളരെ ശോചനീയമായിരുന്നു എന്നാണ് പറയുന്നത്, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. यहाँ पर कवि ने दर्शाया है कि अकाल का असर केवल मनुष्य को ही नहीं अन्य जीव जंतु पर भी पड़ता है. ഇതിൽ കവി കാണിച്ചിരിക്കുന്നത് അകാൽ എന്നത് മനുഷ്യന്മാരെ മാത്രമല്ല അന്യജീവജന്തുക്കളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, अकाल की स्थिति गई तब घर में दाने ने प्रवेश किया और खुशी का माहौल प्रारंभ हुआ. अकाल എന്ന കാലഘട്ടം കഴിഞ്ഞതോടുകൂടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തി. അപ്പോൾ ഖുഷിക മാഹോൽ എന്ന് വെച്ചാൽ ഹാപ്പിനെസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി എന്നാണ് അർത്ഥം. സന്തോഷമായി. ഘർ മേ കൈ ദിനോ കെ ബാദ് ചൂൽഹ ജല. കുറേ ദിവസങ്ങൾക്ക് ശേഷം അടുപ്പ് കത്തിച്ചു വീട്ടിൽ. ആംഗൻ സെ ഊപ്പർ ധുആ ഉഠാ और अन्न की प्राप्ति होने से घर वालों की आंखें चमकने लगी. അപ്പോൾ വീട്ടിൽ അടുപ്പ് കത്തിച്ചു, പുക മുറ്റത്തിൽ നിന്ന് ഉയരത്തിലേക്ക് വന്നു. ഭക്ഷണം വീട്ടുകാർ കഴിച്ചതുകൊണ്ട് തന്നെ, വീട്ടിലെ ജീവജന്തുക്കൾ കഴിച്ചതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ തിളക്കം വന്നു എന്നാണ് പറയുന്നത് ആ വാക്കുകളിലെ അർത്ഥം. घर में धुआं देख कौवे को भी भोजन पाने की आशा हो गई. അപ്പോൾ വീട്ടിലെ ഈ പുക കണ്ടിട്ട് കൗവ പോലും, അതായത് കാക്ക പോലും ഭക്ഷണം കിട്ടുമെന്നൊരു സന്തോഷത്തിൽ അതിൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു എന്നാണ് ഈ
വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹ് ബി പ്രസന്ന ഹോക്കർ അപ്നെ പങ്ക് കുജിലാനെ ലഗ. कवि नागार्जुन ने कोई मानव पात्र को प्रस्तुत न करके अन्य जीव जंतु के द्वारा अकालग्रस्त घर की बुरी हालत को दर्शाते हुए वहाँ के माहौल को प्रस्तुत किया है. അതായത് കവി നാഗാർജുൻ ഒരു ഹ്യൂമൻ ക്യാരക്ടേഴ്സും ഈ കവിതയിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ബാക്കിയുള്ള ജീവജന്തുക്കളെ പ്രസൻറ്റ് ചെയ്തിട്ട് അവരുടെ വിശപ്പ് കാണിച്ചിട്ടാണ് അകാലിൻ്റെ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് വീട്ടിനെ ബാധിച്ചിരിക്കുന്നത് കാണിച്ചത്. അതുപോലെ തന്നെ അവിടുത്തെ വളരെ കഷ്ടമുള്ള സിറ്റുവേഷൻസ് കാണിച്ചു തന്നിരിക്കുന്നത് എന്നാണ് ഈ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് പോയത്തിൻ്റെ ആശയമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈൻസ് ഏതാണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്